Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Happy New Year. Same to you, ma'am. Happy New Year. Narendra, Happy New Year. കേട്ടോ. കഴിഞ്ഞ കൊല്ലത്തില് നമുക്ക് കുറച്ച് എന്താ പറയാ കുറേയധികം സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഈ വർഷം നല്ലതിനെ നല്ലതാക്കി എടുത്തുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, വിഷ് ചെയ്യുന്നു. നല്ല രീതിയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഈ ഒരു പുതുവത്സരം അതിനായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, മനീഷ എന്നാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഇനി എടുക്കാനായിട്ട് പോകുന്നത് ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജറെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. നമുക്ക് അത്രയധികം ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് അയാളുടെ എന്താ പറയാ റോൾ ഒന്ന് അറിയുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണെന്ന് അറിഞ്ഞു വെക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാനൊന്ന് വായിക്കാം, അത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Health information managers, HIM, organize, oversee and protect patient health information data which includes symptoms, diagnosis, chapter hospital information system basic ട്ടോ. Okay, symptoms, diagnosis, medical histories, test result and procedures. The exact job description relies on the professional job title. However, there are some daily tasks that most health information manager. ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി, ഇദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത് രോഗികളുടെ സിംറ്റംസ്, ഡയഗ്നോസിസ്, പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററീസ്, ടെസ്റ്റ് റിസൾട്ടുകള്, അതുപോലെ പേഷ്യന്റിന് നൽകിയിരിക്കുന്ന പ്രൊസീജിയേഴ്സ് എന്നിവ ഉൾപ്പെടുന്ന രോഗിയുടെ ആരോഗ്യ വിവരങ്ങളുടെ ഡാറ്റ, അതായത് രോഗിയുടെ ഹെൽത്ത് ഇൻഫോർമേഷൻ ഡാറ്റ എന്ത് ചെയ്യണം? ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ ഓർഗനൈസ് ചെയ്യുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജറുടെ ജോലി എന്താണ്? ആശുപത്രിയില് ഒരു രോഗിയുടെ ഹെൽത്ത് ഇൻഫോർമേഷൻ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും അതുപോലെ തന്നെ അതിന് ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് കേട്ടോ. ഹെൽത്ത് ഇൻഫോർമേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ടാണ് ഇയാള് കോഓപ്പറേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡ്യൂട്ടീസ് ഓഫ് ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്, എസ്റ്റാബ്ലിഷ് ഹെൽത്ത് ഇൻഫോർമേഷൻ system and process to ensure the complete and accurate documentation of medical records. അതായത് ചുരുക്കി പറയാം കേട്ടോ, കൃത്യമായ മെഡിക്കൽ ഡോക്യുമെന്റേഷൻ ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നു. അതായത് ആ ഒരു പേഷ്യന്റ് ഡേറ്റയില് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഉണ്ടോ എന്ന്, അത് ആക്യുറേറ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ ആണ്. രണ്ടാമത്തത്, work with the various medical staff including nurses and doctors to enhance the quality and accuracy of patient information. രോഗികളുടെ വിവരങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് നഴ്സുമാരും ഡോക്ടർമാരും ഉൾപ്പെടെ വിവിധ മെഡിക്കൽ സ്റ്റാഫുകളുമായി പ്രവർത്തിക്കുക. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു പരിചരണം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു രോഗികളുടെ വിവരങ്ങള് നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ളതാക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരുമായിട്ടും നഴ്സുമാരുമായിട്ടും എന്ത് ചെയ്യണം? നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ഈ ഒരു ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, കോഡ് എന്ന് കൊടുത്തിട്ടുണ്ട്.
അതിൽ ബ്രാക്കറ്റിലായിട്ട് ഓർ കൊളാബറേറ്റ് വിത്ത് കോഡേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ടു എൻഷുർ സെക്യൂർ ആൻഡ് ബഗ് ഫ്രീ സിസ്റ്റം ഫോർ കൺട്രോളിംഗ് ഹെൽത്ത് ഇൻഫോർമേഷൻ. അതായത് ഹോസ്പിറ്റലുകളിൽ ചില കോഡുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ, പ്രത്യേകിച്ചും എന്താ പറയാ ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റത്തില് പല കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഡാറ്റാസ് എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പൊ ആ കോഡുകളൊക്കെ സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തുന്നത് ആരാണ്? ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ. ഓക്കെ, നാലാമത്തെ പോയിന്റ്, make regular audits to ensure the health information department techniques and process comply with the guidelines as well as federal and state laws. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഫോർമേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഓഡിറ്റുകൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങള്, കണക്കുകൂട്ടലും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ആരാണ്? ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ ആണ്. അവിടെയുള്ള കണക്കുകളും കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് പേഷ്യന്റ് ഡാറ്റ വെച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ ആണ്. Then next point, cooperate with the complaints officers that regularly track audits and denials from third-party auditors and insurance companies and find the trends in the data. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഫോർമേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് രോഗികളുടെ വിവരങ്ങളെ ട്രാക്ക് ചെയ്യുക, കംപ്ലൈൻസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുക. കംപ്ലൈൻസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഫോർമേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് രോഗികളുടെ ഓഡിറ്റ്സ്, അതായത് രോഗികളുടെ റിപ്പോർട്ടുകളൊക്കെ വെച്ചിട്ട് ട്രാക്ക് ചെയ്യുക. ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് റിജക്ഷൻ ഒക്കെ വരുവാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതും ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജറുടെ ഡ്യൂട്ടിയാണ്. ലാസ്റ്റ് വൺ, organize and analyze health information for better utilization, process improvement, preparing reports, and research purposes. These are some jobs carried out by health information managers. Relying on the specific subfield we end up in, we may have more specialized duties. അപ്പോ ഹെൽത്ത് ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ട് അതായത് ബെറ്റർ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട്, ഹെൽത്ത് ഇൻഫോർമേഷന്റെ ബെറ്റർ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഇംപ്രൂവ്മെന്റ് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കുക. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇതിലും കൂടുതൽ ഡ്യൂട്ടികൾ ഇദ്ദേഹത്തിന് കൊടുക്കുന്നതായിരിക്കും. ഓരോ ഹോസ്പിറ്റലിനനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞ് നിർത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഫൈവോ? അതായത് ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജ്മെന്റിൽ ഒരു ഓഫീസർ ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് കംപ്ലൈൻസ് ഓഫീസർ കേട്ടോ. അപ്പൊ ഓഫീസേഴ്സുമായിട്ട്, അവിടെയുള്ള ആ ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓഡിറ്റുകൾ ട്രാക്ക് ചെയ്യുക, കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും പേഷ്യന്റ് ഹെൽത്ത് ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ട് ഡിനയൽ, റിജക്ഷൻ ഒക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ട്രാക്ക് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഹെൽത്ത് ഇൻഫോർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ മാനേജറുടെ ഉത്തരവാദിത്വം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കമ്പോണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തില് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, അതായത് ജസ്റ്റ് അതൊന്ന് വായിക്കുക, എന്താണ് നമ്മളിൽ പറഞ്ഞിരിക്കുന്നത് വായിക്കാം, ഹെഡിങ്ങുകൾ പഠിക്കാനായിട്ട് നോക്കുക. കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം വരും. ദെൻ അതുപോലെ തന്നെ പേഷ്യന്റ് മാനേജ്മെന്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ഫെസിലിറ്റി മാനേജ്മെന്റ്, സ്റ്റാഫ് മാനേജ്മെന്റ്, സപ്ലൈ മാനേജ്മെന്റ്, ഇതിന്റെയൊക്കെ ഹെഡിങ്ങുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇൻഷുറൻസ് മാനേജ്മെന്റ്, ലബോറട്ടറി, റിപ്പോർട്ട്, വാക്സിനേഷൻ,
സപ്പോർട്ട് മാനേജ്മെന്റ്. ഓക്കെ, അതുപോലെ തന്നെ പേഷ്യന്റ് പോർട്ടൽ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഈ പ്രിസ്ക്രൈബിംഗ് എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിങ്, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്, EHR നോക്കി വെക്കാം. കമ്പാരിസൺ പേപ്പർ ബേസ്ഡ് റെക്കോർഡ്, പോയിന്റുകൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഓർത്ത് വെക്കുക. എന്താണ് RIS, LIMSന്റെയും RISന്റെ ഒക്കെ ഫുൾ ഫോം ഓർത്ത് വെക്കുക. CDSS എന്താണ്, CPOE എന്താണ്, ഓക്കെ, അതും ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതിനകത്ത്. ഓക്കെ, ക്ലിയർ ആണോ? എന്തെങ്കിലും കിട്ടാനുണ്ടോ? ക്യാച്ച് ചെയ്യാൻ പറ്റാത്തതുണ്ടോ? ക്ലിയർ ആണോ? യെസ് ഓർ നോ? റിപ്ലൈ എന്താ ഇല്ലാത്ത? ചോദിക്കുമ്പോ മറുപടി പറയൂ. ഒന്നുകൂടി പറയണോ? അതെ, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ തുടങ്ങി പറയാം. CDSS ആൻഡ് CPOE, അത് രണ്ടും. ഓക്കെ, അതിന്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കാം. റേഡിയോളജിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം, RIS. ലബോറട്ടറി ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, LIMS. Comparison with the paper based record, EHR. പിന്നെ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിങ്, പ്രിസ്ക്രൈബിംഗ്. പിന്നെ ഈ വൺ വേർഡ് ആയിട്ടുള്ള പോയിന്റുകൾ ഏതിലാണെന്നോ? കമ്പോണൻസ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലെ ഓരോ എന്താ പറയാ വൺ വേർഡ് ആയിട്ടുള്ള ആൻസേഴ്സ്. ഉള്ളിലോട്ട് ഡെപ്തിലോട്ട് ഇറങ്ങി നോക്കേണ്ടതില്ല, അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. എന്തൊക്കെ കാര്യങ്ങളാണ് കമ്പോണൻസ് ആയിട്ട് വരുന്നതെന്ന് നോക്കി വെക്കുക. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ചാപ്റ്റർ ഉണ്ട്. കുറച്ചുകൂടി എളുപ്പമാണ് ആ ചാപ്റ്റർ. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ് അടുത്ത് എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കമ്പ്യൂട്ടറിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മള് ഈ ഒരു കമ്പ്യൂട്ടറിലേക്ക് കിടക്കുകയാണ്. 52 ആണ് കേട്ടോ ചാപ്റ്റർ 52, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോട്ടെ. അത് ഞാനൊന്ന് വായിക്കാം, അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. Computers are electronic equipment that process and store digital data. They consist of hardware and software components that work together to carry out various tasks. The fundamental components of a computer consist of a central processing unit, CPU, memory, input-output devices, and storage devices. The CPU is said to be the brain of the computer, responsible for carrying out instructions and performing calculations. Memory stores data and instructions and performs calculations. Memory stores data and instructions that the CPU requires to access quickly. Input-output devices make the user able to interact with the computer.
such as through a keyboard and mouse. Storage devices store data and programs for long-term use. Operating systems and applications are software programs that allow the computer to perform specific tasks. Okay. അപ്പൊ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കമ്പ്യൂട്ടേഴ്സ് ആർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ഡിജിറ്റൽ ഡാറ്റ. ഡിജിറ്റൽ ഡാറ്റ പ്രോസസ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് കമ്പ്യൂട്ടറുകൾ. എന്താണ് കമ്പ്യൂട്ടർ? ഒരൊറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാല് ഡിജിറ്റൽ ഡാറ്റയെ പ്രോസസ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളെയാണ് അല്ലെങ്കിൽ ഡിവൈസസിനെയാണ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. They consist of hardware and software components that work together to carry out various tasks. വിവിധ ജോലികൾ നിർവഹിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഹാർഡ്വെയർ സോഫ്റ്റ്വെയറും ഇതിൽ അടങ്ങിയിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഇത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക? ഈ കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയർ കമ്പോണൻസും ഉണ്ട്, സോഫ്റ്റ്വെയർ കമ്പോണൻസും ഉണ്ട്. ഇത് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിന്റെ ടാസ്കുകൾ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ. The fundamental components of a computer consist of a central processing unit, memory, input, output devices and storage devices. കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അഥവാ CPU. CPU കേട്ടിട്ടില്ലേ നിങ്ങള്? CPU ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ധാരാളം പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഓക്കെ. അപ്പോ CPU ഇതിന്റെ ഒരു കമ്പോണന്റ് ആണ്. ഇതിനെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാല് അത് CPU ആണ്. അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടറിന് ധാരാളം കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണമെങ്കിൽ ഇൻപുട്ട് ഡിവൈസസിന്റെ ആവശ്യമുണ്ട്. ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസസിന്റെ ആവശ്യമുണ്ട്. അപ്പോ ഇൻപുട്ട് ഡിവൈസസും ഉണ്ട് കമ്പ്യൂട്ടറിൽ, ഔട്ട്പുട്ട് ഡിവൈസസും ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് ഡിവൈസസുകൾ ഉണ്ട്. കമ്പ്യൂട്ടറിന്റെ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന ധാരാളം സ്റ്റോറേജ് ഡിവൈസസും കാണാനായിട്ട് സാധിക്കും. The CPU is said to be the brain of the computer, responsible for carry out instructions and performing calculation. CPU എന്താണ് ഞാൻ പറഞ്ഞു? ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ആണ് അല്ലെ? ഇതിന് ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണ് ആ റെസ്പോൺസിബിലിറ്റി? അതായത് ഇൻസ്ട്രക്ഷൻസിനെ ക്യാരി ഔട്ട് ചെയ്യുക, കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുക. അതായത് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളിൽ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തുന്നത് ആരാണ്? CPU ആണ്. അപ്പൊ പലതരത്തിലുള്ള ടാസ്കുകൾ ആര് ചെയ്യുന്നുണ്ട്? CPU ചെയ്യുന്നുണ്ട്. Then memory stores data and instructions and perform calculation. അതുപോലെ തന്നെ മെമ്മറി ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ തന്നെ കാൽക്കുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പെർഫോം ചെയ്യുന്നുണ്ട്. Then memory stores data and instruction that the CPU requires to access quickly. CPU-വിന് വേഗത്തിൽ ആക്സസ് ചെയ്യാൻ ആവശ്യമായ ഡാറ്റയും നിർദ്ദേശങ്ങളും മെമ്മറി സ്റ്റോർ ചെയ്യുന്നു. CPU-ന് എന്താണ്? പെട്ടെന്ന് ആക്സസിബിൾ ആകുന്ന രീതിയിൽ ഉള്ള ഡാറ്റയും അതുപോലെ നിർദ്ദേശങ്ങളൊക്കെ ആര് സ്റ്റോർ ചെയ്യുന്നുണ്ട്? ഈ ഒരു മെമ്മറിയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. Then input-output devices make the user able to interact with the computer such as through a keyboard and mouse. Input-output ഉപകരണങ്ങള്, കീബോർഡ്, മൗസ് എന്നിവ വഴി കമ്പ്യൂട്ടറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസറിനെ സഹായിക്കുന്നു. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? അതായത് ഒരു യൂസറിന് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ എന്തിന്റെ ആവശ്യമുണ്ട്?
ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങളുടെ ആവശ്യമുണ്ട് അല്ലേ? ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, ഞാൻ ഒരു PDF ഫയൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ? നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണത്. അപ്പൊ എനിക്കവിടെ മൗസ് എന്ന് പറയുന്ന ആ ഒരു എന്താണ് ഉപകരണം ഉള്ളത് കൊണ്ട്, അതുപോലെ തന്നെ നിങ്ങളെ എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം മോണിറ്ററിലൂടെയാണ് ഞാൻ നിങ്ങളെ ഓരോരുത്തരുടെയും കാണുകയും നിങ്ങളുടെ ശബ്ദം കേൾക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലെ? അപ്പോ ഇത്തരം കാര്യങ്ങളുടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കമ്പ്യൂട്ടറിനോട് ഒരാൾക്ക് സംവദിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ്, സ്റ്റോറേജ് ഡിവൈസസ് സ്റ്റോർ ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് ഫോർ ലോങ് ടൈം യൂസർ. സ്റ്റോറേജ് ഉപകരണങ്ങള് ലോങ് ടൈം യൂസിനായി ഡാറ്റ പ്രോഗ്രാംസിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോറേജ് ഉപകരണങ്ങളുടെ ജോലി എന്താണ്? ദീർഘകാലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡാറ്റ ചെയ്യുന്നുണ്ട്, അതിനകത്താണ് സ്റ്റോറേജിലാണ് കളക്ട് ചെയ്ത് വെക്കുക. Then operating system and application are software programs that allow the computer to perform specific tasks. കമ്പ്യൂട്ടറിന്റെ സ്പെസിഫിക് ടാസ്ക് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങള് ഒന്നും ഇതൊന്ന് ചുരുക്കി പറയാം. നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് അല്ലെ? എല്ലാ സ്ഥാപനങ്ങളിലും എന്താണ്, എല്ലാ വീടുകളിലും പോലും എന്തുണ്ട്? കമ്പ്യൂട്ടർ ഉണ്ട് അല്ലെ? കമ്പ്യൂട്ടറിന് പകരം ലാപ്ടോപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറിനെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഡിജിറ്റൽ ഡാറ്റ പ്രോസസ് ചെയ്യുകയും അതിനെ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഉണ്ടാകും. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് പല ഫങ്ഷൻസും കമ്പ്യൂട്ടർ ചെയ്യുന്നത്. അതുപോലെ തന്നെ CPU എന്ന് പറഞ്ഞാല് എല്ലാ തരത്തിലുള്ള കാൽക്കുലേഷൻസ്, ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്നതൊക്കെ CPU ആണ്. മെമ്മറി എന്ന് പറഞ്ഞാല് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മെമ്മറിയിലാണ്. അപ്പോ ഇത്തരം എന്താ പറയാ കാര്യങ്ങളിലൂടെയാണ് ഒരു കമ്പ്യൂട്ടറിൽ ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ അല്ലെ? പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ ആണത്. എന്തൊക്കെയാണ് പാർട്സ് എന്ന് നോക്കാം. കമ്പ്യൂട്ടറിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സുകള്: മോണിറ്റർ, കീബോർഡ്, കമ്പ്യൂട്ടർ കേസ്, പ്രോസസർ, മദർ ബോർഡ്, ഹാർഡ് ഡിസ്ക്, GPU, പവർ സപ്ലൈ, സ്പീക്കർ, പ്രിന്റർ, മൗസ്. ഇത്തരമാണ് പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ല ഇതിനെ കുറിച്ച്? ബേസിക് ആയിട്ടുള്ള നോളജ് എല്ലാവർക്കും ഉണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ദെൻ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഹാർഡ്വെയർ ആണ് ആദ്യത്തേത് പറഞ്ഞിരിക്കുന്നത്. Physical component of a computer like the central processing unit, CPU, memory, storage device, input-output device and motherboard. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണന്റ് ആണ്. ഓക്കെ, എന്താണ് ഹാർഡ്വെയറിന്റെ സ്പെഷ്യാലിറ്റി? അറിയാവുന്നവരൊക്കെ കമന്റ് ചെയ്തേ. ഹാർഡ്വെയർ എന്താണ്? അതിന്റെ പ്രത്യേകത എന്താ ഹാർഡ്വെയറിന്റെ? കാണാൻ പറ്റും. പിന്നെ തൊടാൻ പറ്റുമോ? സ്പർശിക്കാൻ പറ്റുമോ? നമുക്ക് തൊടാൻ പറ്റും. അപ്പൊ അതിന്റെ പ്രത്യേകത വി ക്യാൻ ടച്ച്. നമുക്ക് എന്ത് ചെയ്യാം? ടച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കാണാനും സ്പർശിക്കാനും സാധിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ഹാർഡ്വെയർ എന്ന് പറയാം കേട്ടോ.
കാണാനും സ്പർശിക്കാനും സാധിക്കുന്ന കമ്പ്യൂട്ടറിന്റെ പല ഭാഗങ്ങളെ നമ്മള് ഹാർഡ്വെയർ എന്ന് പറയുന്നു. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, പിന്നെ മെമ്മറി, അതുപോലെ സ്റ്റോറേജ് ഡിവൈസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, അതുപോലെ മദർ ബോർഡ്. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഫിസിക്കൽ കമ്പോണന്റ് ആണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഹാർഡ്വെയർ. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ എന്താ പറയാ, ഹാർഡ്വെയറിൽ വരുന്ന കമ്പോണന്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് ഇതിനെ ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു ഫിസിക്കൽ കമ്പോണന്റ് ആണ്. CPU ഉണ്ട്, മെമ്മറി ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, മദർ ബോർഡ് ഉണ്ട്. നമുക്ക് അടുത്തത് വരാം, സോഫ്റ്റ്വെയർ ആണ്. അടുത്തത് സോഫ്റ്റ്വെയർ. Programs and operating system that make the computer able to perform tasks. This consists of system software, example Windows, MacOS, Linux, and application software, example word processors, web browser, games. അപ്പൊ സോഫ്റ്റ്വെയർ എന്താണ്? ഹാർഡ്വെയർ പറഞ്ഞു നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത എന്താ? കമന്റ് ചെയ്തേ. എന്താണ് സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത? We cannot touch. നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അതാണ് സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത. അപ്പൊ ഇതിനകത്ത് എന്താണ്? ധാരാളം പ്രോഗ്രാംസ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. കമ്പ്യൂട്ടറിന്റെ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും അടങ്ങിയതാണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയറിനെ നമ്മൾ രണ്ട് രീതിയിൽ തരംതിരിക്കാറുണ്ട്, ഡിവൈഡ് ചെയ്യാറുണ്ട്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ, മറ്റൊന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ് വിൻഡോസ്, മാക്കോസ്, ലിനക്സ്. ദെൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ് വേർഡ് പ്രോസസർ, വേർഡ്, വെബ് ബ്രൗസർ, ഗെയിംസ്. അപ്പൊ നമുക്ക് എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് നോക്കാം. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം. എന്താണ് അതിനുള്ള ഉത്തരവ്? എന്താണ് അതിന്റെ പ്രത്യേകത? സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താ? അറിയില്ല. ഒരു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഒരു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. ഔട്ട്പുട്ട് ഡിവൈസസിനെയും ഇൻപുട്ട് ഡിവൈസസിനെയും ഡിറ്റക്ട് ചെയ്യുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. എന്താണ് പ്രത്യേകത? ഔട്ട്പുട്ട് ഡിവൈസസിനെയും ഇൻപുട്ട് ഡിവൈസസിനെയും ഡിറ്റക്ട് ചെയ്യുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ദെൻ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നത് മുതൽ ഓഫ് ആകുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഒരു 4 പോയിന്റ് ഞാൻ പറഞ്ഞു കേട്ടോ, എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ കമ്പ്യൂട്ടർ ഓൺ ആകുന്നത് മുതൽ ഓഫ് ആകുന്നത് വരെയുള്ള ഒരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തെ കൈകാര്യം ചെയ്യുന്നത് ഏത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന് ഉത്തരം സിസ്റ്റം സോഫ്റ്റ്വെയർ. ക്ലിയർ ആണോ? സിസ്റ്റം സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പറഞ്ഞോട്ടെ. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലേക്ക് വരാം. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകും. ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, ഒരു പ്രത്യേക ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട്
ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോട്ടോഷോപ്പ്. എന്തിനു വേണ്ടിയിട്ടാണ് ഫോട്ടോഷോപ്പ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഒരു പ്രത്യേക നേരത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഫോട്ടോഷോപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക? ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോട്ടോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുക. ദെൻ MS വേർഡ് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ്? എന്താണ് MS വേർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ ഉദ്ദേശം? MS വേർഡ് ഡോക്യുമെന്റുകൾ ടൈപ്പ് ചെയ്യാൻ അല്ലെ, നമ്മുടെ വേർഡുകളൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MS വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് യൂസേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ച് ഇത് യൂസ് ചെയ്യാം. നമുക്ക് എപ്പോഴാണോ ഇത് ആവശ്യം വരുന്നത് ആ ഇതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഉപയോഗത്തിനായി ഓപ്പൺ ചെയ്യുകയും ഉപയോഗശേഷം ക്ലോസ് ചെയ്യുകയുമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ഉപയോഗത്തിനായിട്ട് എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യും, ദെൻ ഉപയോഗശേഷം ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞു തരാം ഇതുമായി ബന്ധപ്പെട്ടിട്ട്. നമ്മൾ അക്ഷരങ്ങളൊക്കെ പഠിക്കില്ലേ? അക്ഷരങ്ങളൊക്കെ എന്തിനാ പഠിക്കുന്നേ? അക്ഷരങ്ങളൊക്കെ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് സ്റ്റോറീസും ലെറ്റേഴ്സും സ്റ്റോറീസ്, പോയിംസ്, ഡ്രാമാസ് ഒക്കെ എഴുതാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ലെറ്റേഴ്സിനെ എന്ത് പറയാം? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയാം. ആ സിസ്റ്റം സോഫ്റ്റ്വെയറിലൂടെ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് എന്ത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കൂ. അതാണ് ഷോർട്ട് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. കേട്ടോ? ക്ലിയർ ആയല്ലോ? എക്സാമ്പിൾ പറഞ്ഞത് മനസ്സിലായല്ലോ? അപ്പൊ ആ പ്രധാനപ്പെട്ട എക്സാമ്പിൾ, അതായത് എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ വരുന്നത്, അതിന്റെ എക്സാമ്പിൾ എന്താണ്, സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അടുത്തതാണ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, CPU എന്ന് പറയും. The brain of the computer that carries out instructions, performs calculations and controls data process. അതായത് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അഥവാ CPU-നെയാണ് അല്ലെ. ഇതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ്? CPU എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് ചെയ്യുന്നത്? ഒരു കമ്പ്യൂട്ടറിൽ അത് ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്? All the mathematical calculation and logical comparison are done by CPU. നമുക്ക് പറയാം, all the mathematical calculation and logical comparison are done by CPU. കമ്പ്യൂട്ടറിന്റെ എല്ലാ രീതിയിലുമുള്ള കണക്കുകൂട്ടലുകള്, കാൽക്കുലേഷൻസിനെയും കമ്പാരിസനെയും ആ ജോലി നിർവഹിക്കുന്നത് എന്തിലൂടെയാണ്? CPU-ലൂടെയാണ്. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും ഇതിനകത്ത്? CPU ചെയ്യുന്ന പ്രധാന ജോലിയാണിത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. എന്തൊക്കെയാ വരിക അതിനകത്ത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനില്? ബില്ലിങ്. ബില്ലിങ്ങിൽ തന്നെ എന്തൊക്കെ വരും? അക്കൗണ്ടിങ്. ബില്ലിങ്ങിൽ എന്തൊക്കെയാ വരിക? ബേസ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ കാൽക്കുലേഷൻ എന്തൊക്കെയാ? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? അരിത്തമെറ്റിക്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെയാണ് ആര് ചെയ്യുക? CPU ചെയ്യുന്നത്. അതാണ് ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. അതുപോലെ തന്നെ കമ്പാരിസൺ ചെയ്യുന്നു. കമ്പാരിസൺ എങ്ങനെയാ ചെയ്യുക? ലെസർ ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്യുന്നുണ്ട്? CPU ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടറിന്റെ എല്ലാ പാർട്ടിനെയും നിയന്ത്രിക്കുന്നത് CPU ആണെന്ന് ഓർത്തു വെക്കുക. കമ്പ്യൂട്ടറിന്റെ എല്ലാ പാർട്ടിനെയും നിയന്ത്രിക്കുന്നു. അടുത്തത് മെമ്മറി ആണ് കേട്ടോ. ടെമ്പററി സ്റ്റോറേജ്, space where the computer stores data and instructions that are currently used. It includes random access memory, RAM,
ആൻഡ് കാഷെ മെമ്മറി. ഓക്കെ, അതായത് നിലവിൽ ഉപയോഗിക്കുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യുന്ന താൽക്കാലിക സ്പേസ് ആണ് മെമ്മറി. ഞാൻ ഇപ്പൊ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് അല്ലെ, കുറെ ഡാറ്റാസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, കുറെ നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറിൽ കൊടുക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെ കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, അത് സ്റ്റോർ ചെയ്യും. ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന താൽക്കാലികമായിട്ടുള്ള ഒരിടമാണിത് മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ. അതുകൂടി പറഞ്ഞുതരാം. നിലവിൽ ഉപയോഗിക്കുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യുന്ന താൽക്കാലിക സ്പേസ് ആണ് മെമ്മറി. മെമ്മറി രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് പ്രൈമറി മെമ്മറി, മറ്റൊന്ന് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറിയിലാണ് അതായത് റാൻഡം ആക്സസ് മെമ്മറി അഥവാ റാം വരുന്നത്, റീഡ് ഓൺലി മെമ്മറി അഥവാ റോമും വരുന്നത്. ഓക്കെ, അപ്പോ റാൻഡം ആക്സസ് മെമ്മറി റാം എന്ന് പറയുന്നത് താൽക്കാലിക മെമ്മറിയാണ്. നമ്മളിപ്പോ ഞാനിപ്പോ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അല്ലെ, കമ്പ്യൂട്ടറിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് കറന്റ് പോയി. കറണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാല് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും, കാരണം അത് റാമിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് റാമില്. ദെൻ റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്. ആ പേര് പോലെ തന്നെ റീഡ് ഓൺലി മെമ്മറിയാണ്, പക്ഷെ ഇത് പെർമനന്റ് മെമ്മറിയാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇതിനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്നിരുന്നാലും ഇതൊരു പെർമനന്റ് മെമ്മറിയാണ്. then ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് കാഷെ മെമ്മറി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ്. അതായത് റാമിനേക്കാൾ കുറച്ചും കൂടി സ്പീഡിലും അതുപോലെ തന്നെ വേഗത്തിലും കുറച്ചും കൂടി വിവരങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കാഷെ മെമ്മറിക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഇതൊരു വോളറ്റൈൽ മെമ്മറിയാണ്, അതായത് താൽക്കാലിക മെമ്മറിയാണിത് റാം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ഞാൻ പറഞ്ഞു പെർമനന്റ് ആണ്, പക്ഷെ ഇതെന്താ പറയാ, ഇത് പെർമനന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് നോൺ വോളറ്റൈൽ മെമ്മറി എന്നാണ് പറയാ. ഡിഫറൻസ് മനസ്സിലായോ? ഇപ്പൊ മെമ്മറി നമുക്ക് രണ്ട് വിധത്തിലുണ്ട്, പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറിയിലാണ് റാമും റോമും വരുന്നത്. ഓക്കെ, റാം എന്ന് പറയുന്നത് താൽക്കാലിക മെമ്മറി, റോം എന്ന് പറയുന്നത് പെർമനന്റ് മെമ്മറിയാണ്. ഇനി കാഷെ മെമ്മറി എന്ന് പറഞ്ഞാൽ റാമിനേക്കാളും കുറച്ചും കൂടി എന്താ പറയുക സ്പീഡിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ വിവരങ്ങൾ കുറച്ച് എന്താ പറയാ നേരം കൂടുതലായിട്ട് സൂക്ഷിക്കാനായിട്ട് കാഷെ മെമ്മറിക്ക് സാധിക്കുന്നുണ്ട്. ഡിഫറൻസ് മനസ്സിലായോ? ഇതിനടുത്തത് സ്റ്റോറേജ് ആണ് കേട്ടോ. പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ്, എക്സാമ്പിൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ, പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഈസ് പവർ ഓഫ്. കമ്പ്യൂട്ടർ ഓഫ് ആയിരിക്കുമ്പോഴും ഡാറ്റ, പ്രോഗ്രാമുകൾ, ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ എന്നിവ സംഭരിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്ഥിരമായ സ്റ്റോറേജ് ഡിവൈസസ് ആണ് ഇതിനകത്ത് പറയുന്നത്. അതായത് ചില കമ്പ്യൂട്ടറിൽ ചില സ്റ്റോറേജ് ഡിവൈസസുകൾ ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഓഫ് ആയിരിക്കുമ്പോഴും അതിനകത്ത് വിവരങ്ങൾ, അതിനകത്ത് പല വിവരങ്ങളും ഉണ്ടാകും. ഡാറ്റാസ് ഉണ്ടാവും, പ്രോഗ്രാംസ് ഉണ്ടാവും, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ പെർമനന്റ് ആയിട്ട് ദീർഘകാലത്തേക്ക് വളരെ കൂടിയ അളവിലുള്ള ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനായിട്ടാണ് ഈ സ്റ്റോറേജ് ഡിവൈസസുകൾ ഉപയോഗിക്കുന്നത്. സ്റ്റോറേജ് ഡിവൈസുകളുടെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് അഥവാ SSD എന്ന് പറയും. ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? സ്റ്റോറേജ് ഡിവൈസസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇതേവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ക്ലിയർ അല്ലാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. രണ്ടാമത്തതോ? ലാസ്റ്റ് പറഞ്ഞുതരാം.
Then input-output devices. These are devices used to interact with the computer like a keyboard, mouse എന്നാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ തെറ്റായിട്ടാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. മൗസ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. മോണിറ്റേഴ്സ്, പ്രിന്റേഴ്സ് ആൻഡ് സ്കാനേഴ്സ്. അപ്പൊ കമ്പ്യൂട്ടറിന് ഇൻപുട്ട് ഡിവൈസസും ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസസും ഉണ്ട്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഡിവൈസസിനെയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയാ. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന വിവരങ്ങൾ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തിരിച്ചു തരുന്ന ഉപകരണങ്ങളാണ് എന്ത്? ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പൊ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്, ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? ഒന്ന് കമന്റ് ചെയ്തേ നിങ്ങൾ. ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന്. ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാ കമ്പ്യൂട്ടറിന്റെ? കീബോർഡ്, മൗസ്, പിന്നെ അത് മാത്രമുള്ളോ? കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, മോണിറ്റർ അല്ല കേട്ടോ. മോണിറ്റർ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്, ഔട്ട്പുട്ട് ആണ് കേട്ടോ മോണിറ്റർ. ഓക്കെ, പ്രിന്റർ ഔട്ട്പുട്ട് ആണ്. പ്രിന്ററും മോണിറ്ററും ഒക്കെ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. നമുക്ക് കൊടുക്കുന്ന വിവരങ്ങളെ കാണാനായിട്ട് പറ്റും. നമുക്ക് ഒരു ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നതിനെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ കീബോർഡിൽ ചില കാര്യങ്ങൾ അടിച്ചു കൊടുക്കുന്നുണ്ട്, നമുക്ക് മോണിറ്ററിൽ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് കാണുക ചെയ്യാം, നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് അത് കിട്ടുക ചെയ്യാം. സോ അത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പോ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ കീബോർഡ്, മൗസ്, ടച്ച് സ്ക്രീൻ, സ്കാനർ, മൈക്രോഫോൺ, ബാർകോഡ് റീഡർ. ഒന്നുകൂടി പറയാം. കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്, സ്കാനർ ഉണ്ട്, മൈക്രോഫോൺ ഉണ്ട്, ബാർകോഡ് റീഡർ ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഇൻപുട്ട് ഡിവൈസസിന്റെയും ഔട്ട്പുട്ട് ഡിവൈസസിന്റെയും കാര്യം പറഞ്ഞു. ഔട്ട്പുട്ട് ഡിവൈസുകൾ പ്രധാനപ്പെട്ടതാണ് മോണിറ്റർ, പ്രിന്റർ, മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ, പ്ലോട്ടർ. ഇതൊക്കെ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് കേട്ടോ. ഒന്നുകൂടി പറയാം. മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ, പ്ലോട്ടർ. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഔട്ട്പുട്ട് ഡിവൈസസിന്റെയും ഇൻപുട്ട് ഡിവൈസസിന്റെയും കാര്യം പറയുമ്പോൾ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസുകളായ കീബോർഡിന്റെയും മൗസിന്റെയും ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ അത് എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അല്ലെ. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ, ഒന്ന് കീബോർഡും ഒന്ന് മൗസും. അപ്പൊ കീബോർഡിനെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യം പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു തരുന്നതാണ്. കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. അദ്ദേഹമാണ് കീബോർഡ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ പേര് ക്രിസ്റ്റഫർ ഷോൾസ്. ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിൽ എത്ര കീകളാണ് ഉണ്ടാവുക? എത്ര കീകൾ ഉണ്ടാവും ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിൽ? ഒന്ന് കമന്റ് ചെയ്തേ. എത്ര കീകൾ ഉണ്ടാവും ഒരു സ്റ്റാൻഡേർഡ് കീബോർഡ് ആണെങ്കിൽ? ഇതുവരെ എണ്ണീട്ടില്ല കീബോർഡ് എത്ര എണ്ണമാണ് ഉള്ളതെന്നല്ലേ? ആർക്കും അറിയില്ല? 104. വെരി ഗുഡ്. അധിക സൈഡ് 104 കീകളാണ് ഉണ്ടാവുക കേട്ടോ. ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിലെ കീകളുടെ എണ്ണം എന്ന് പറയുന്നത് 104 ആണ്. അതിനകത്ത് ആൽഫ ന്യൂമറിക് കീസ് ഉണ്ട്. നമ്മുടെ കീബോർഡിലുള്ള കീസിനെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ആൽഫ ന്യൂമറിക് കീസ്. ആൽഫ ന്യൂമറിക് കീസ് എന്ന് പറയുന്നത് കീബോർഡിലെ A to Z വരെയുള്ള കീകളെയും 0 to 9 വരെയുള്ള കീകളെയുമാണ് ആൽഫ ന്യൂമറിക് കീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു കീബോർഡിൽ ഫങ്ഷണൽ കീസ് ഉണ്ട്. ഫങ്ഷണൽ കീസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 12 എണ്ണമാണ്. F1 തുടങ്ങി F12 വരെയുള്ള കീകളെയാണ് ഫങ്ഷണൽ കീ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ മോഡിഫയർ കീസ് ഉണ്ട്. മോഡിഫയർ കീസ് എന്ന് പറഞ്ഞാല് ഏതൊക്കെയാണ് മോഡിഫയർ കീസ്? അറിയാമോ? മോഡിഫയർ കീസ് ഇല്ല. ഓൾട്ട്, കൺട്രോള്, ഷിഫ്റ്റ്.
ഇത്തരം കീകളെയാണ് മോഡിഫയർ കീസ് എന്ന് പറയുന്നത്. ഓൾട്ട്, കൺട്രോൾ, ഷിഫ്റ്റ്. ദെൻ ടോഗിൾ കീസ് ഉണ്ട്. ടോഗിൾ കീസ് ഇതിന്റെ പ്രത്യേകത എന്താ? ടോഗിൾ കീസ് അതായത് ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക്, ഇതിനെയാണ് ടോഗിൾ കീസ് എന്ന് പറയുന്നത്. TOGGLE ടോഗിൾ കീസ്, ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക്. ദെൻ നാവിഗേഷണൽ കീ ഉണ്ട്. നാവിഗേഷണൽ കീ എന്ന് പറഞ്ഞാൽ 4 ആരോസ് ആണ്. കണ്ടിട്ടില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും കീകൾ കണ്ടിട്ടില്ലേ? ആരോസ് കൊടുത്തിട്ടിരിക്കുന്നത്. അതിനെയാണ് നാവിഗേഷണൽ കീ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ ഒന്നും കൂടി ഞാൻ പറയാം. കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ഷോൾസ് ആണ്. ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിലെ എണ്ണം 104 ആണ്. ഫങ്ഷണൽ കീ 12 ഉണ്ട്. F12, F12. Then alpha numeric keys A to Z 0 to 9. Modifier keys Alt, Control, Shift. Toggle keys caps lock, number lock. Navigational keys 4 arrows. Then മൗസിന്റെ 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് പാർക്ക് ആണ്. ഓക്കെ, ഡഗ്ലസ് പാർക്ക് ആണ് മൗസ് കണ്ടുപിടിച്ചത്. മൗസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനിയുടെ പേരാണ് സിറോസ് പാർക്ക്. ഓക്കെ, സിറോസ് പാർക്ക് എന്നാണ് മൗസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനിയുടെ പേര്. ഓക്കെ, അത്രമാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS. Operating system OS, software that controls computer resources, controls hardware devices, and provides a user interface for interacting with the computer. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുവാണെങ്കിൽ യൂസേഴ്സിനും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും ഇടയിൽ പ്രധാന മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക തരം സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് അല്ലെ, ഞാൻ പല ഹാർഡ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എനിക്കും ആ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ കമ്പോണൻസിനും ഇടയിൽ ഒരു മധ്യസ്ഥനായിട്ട് നിന്ന് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടറിലെ മറ്റെല്ലാ പ്രോഗ്രാമുകൾ നിയന്ത്രിക്കുകയും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകുകയും ഇത് ചെയ്യുന്നുണ്ട്. എന്താണ് എന്റെ പ്രത്യേകത? ഒരു കമ്പ്യൂട്ടറിലെ മറ്റെല്ലാ പ്രോഗ്രാമുകൾ നിയന്ത്രിക്കുകയും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകുകയും ഇത് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. സെക്കൻഡ് പറഞ്ഞിരുന്നു അല്ലേ? സോഫ്റ്റ്വെയർ ആണ്. അതായത് കമ്പ്യൂട്ടറിന് പ്രത്യേകിച്ച്, അതായത് ചില ടാസ്കുകൾ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ 2 തരത്തിലുണ്ട്. 2 തരത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ, മറ്റൊന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത ഒരു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഔട്ട്പുട്ട് ഡിവൈസസിനെയും ഇൻപുട്ട് ഡിവൈസസിനെയും ഡിറ്റക്ട് ചെയ്യുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടറുകൾ ഓൺ ആകുന്നത് മുതൽ ഓഫ് ആകുന്നത് വരെയുള്ള അതിന്റെ എല്ലാ വർക്കുകളും ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലേക്ക് പോകാം.
ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണിത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാനാണ് ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഫോട്ടോഷോപ്പ് ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സമയത്തേക്ക് മാത്രമാണ് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ MS വേർഡ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത യൂസേഴ്സിന് ഓപ്പൺ ചെയ്തിട്ട് ആവശ്യം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അത് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഡഗ്ലസ് ബാർട്ട് മൗസ് കണ്ടെത്തിയത് ഡഗ്ലസ് ബാർട്ട് ആണ് കേട്ടോ. പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനിയുടെ പേര് സെറോസ്പാർക്ക്. ഡൗട്ട് ഒന്നുമില്ല? മാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ പറഞ്ഞുതരൂ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാസ്റ്റ് വൺ അല്ലേ? അതെ. എഴുതിയെടുത്തോളൂ കേട്ടോ. യൂസേഴ്സിനും കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനും ഇടയിൽ മീഡിയേറ്ററായി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേകതരം സിസ്റ്റം സോഫ്റ്റ്വെയർ ആണിത്. സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിലെ മറ്റെല്ലാ പ്രോഗ്രാമുകളും നിയന്ത്രിക്കുകയും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകുകയും ചെയ്യുന്നു. ഓക്കെ, എഴുതി വെച്ചിക. ഓക്കെ മാം, എഴുതി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും? കീബോർഡ് മൗസും കണ്ടുപിടിച്ചാൽ ഞാൻ കേട്ടില്ല. കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ഷാൾസ് ആണ്. നമ്മൾ ഷാൾ എന്ന് എഴുതില്ലേ, നമ്മൾ എഴുതില്ലേ ചുരിദാറിന്റെ കൂടെ ഷാളല്ലേ, ഷാൾസ് ഒരു സേന്ന് കൂടി ചേർത്താൽ മതി കേട്ടോ. ക്രിസ്റ്റഫർ ഷാൾസ്. മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് ബാർട്ട് ആണ്. ഡഗ്ലസ് ബാർട്ട്. ക്ലിയർ ആയോ? ഓക്കെ, പിന്നെ ഡൗട്ട് ഒന്നും ആർക്കും ഇല്ലെന്ന് വിചാരിക്കുന്നു. കീബോർഡിനെയും മൗസിനെയും കുറിച്ചിട്ട് എക്സ്ട്രാ പോയിന്റുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം കമ്പ്യൂട്ടറിൽ കീബോർഡ് നമ്മൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നതാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുമല്ലോ, കീബോർഡ് ആയിരിക്കും കൈകാര്യം ചെയ്യുക. അപ്പോ ഒന്ന് അറിഞ്ഞിരിക്കണം എത്ര കീസ് ഒക്കെയാണ് അതിനകത്തുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞു തന്നെ കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am.